നമസ്കാരം. നമ്മുടെ എട്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് ഹെഡ് ഇൻ പൈപ്സ് ആണ്. ഈ ഭാഗം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത വെഞ്ചുറി മീറ്ററിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പ് ഫ്ലോയിലേക്ക് ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകും. ബെർണോളിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ പ്രോബ്ലംസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പ്രോബ്ലംസ് ഓൺ വെഞ്ചുറി മീറ്റർ. എ വെഞ്ചുറി മീറ്റർ വിത്ത് 150 mm diameter at inlet and 100 mm throat is laid with the axis horizontal is for measuring flow of an oil of specific gravity 0.9. The oil mercury differential manometer shows a gauge difference of 200 millimeter. Assume coefficient of the meter as 0.98. Calculate the discharge in liters per minute. Actually, so we have a Venturi meter. ആ വെഞ്ചുറി മീറ്ററിൻ്റെ ഡയമീറ്റർ, ഇൻലെറ്റിൻ്റെ ഡയമീറ്റർ, ദാറ്റ് ഈസ് ഇൻലെറ്റ് ഡയമീറ്റർ. അതിനെ നമ്മൾ സാധാരണ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വെഞ്ചുറി മീറ്ററിൻ്റെ കേസിൽ. സോ ദിസ് ഈസ് എ വെഞ്ചുറി മീറ്റർ. ദിസ് ഈസ് ഓക്കെ, സപ്പോസ് ഇതൊരു പൈപ്പാണെങ്കിൽ ഈ ഇത്രയും സെക്ഷനാണ് വെഞ്ചുറി മീറ്ററായിട്ട് വരുന്നത്. ഇതാണ് വെഞ്ചുറി മീറ്ററിൻ്റെ ഒന്നെന്ന് പറയുന്നതാണ് ഇൻലെറ്റ്, ഇതാണ് 2 അത് ത്രോട്ട്, ഇത് 3 അതിൻ്റെ ഡൈവേർജൻറ്റ് സെക്ഷനാണ്. ഈ വെഞ്ചുറി മീറ്റർ നമ്മൾ പൈപ്പിൽ കണക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ വെഞ്ചുറി മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ സെക്ഷനിലെ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നെയായിരിക്കും ഈ 150 mm എന്ന് പറയുന്നത്. സോ ഡയമീറ്റർ, ഇൻലെറ്റ് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 150 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15 മീറ്റർ. ഔട്ട്ലെറ്റ് അല്ല, ദാറ്റ് ഈസ് എ ത്രോട്ട്. ഈ ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ത്രോട്ട്, അതായത് വെഞ്ചുറി മീറ്ററിൻ്റെ ത്രോട്ട്. ത്രോട്ടിൻ്റെ ഡയമീറ്റർ 100 millimeter ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഓയിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 എന്ന് തന്നിട്ടുണ്ട്. ദ ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഷോസ് എ ഗേജ് ഡിഫറൻസ് ഓഫ്, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് എച്ച് എന്ന് പറയുന്നത് 0.2 മീറ്റർ ആണ്. അപ്പം നമ്മൾ ഈ 0.2 മീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് ദ മെർക്കുറി മാനോമീറ്റർ സൂചിപ്പിക്കുന്നതാണ്. ആ മെർക്കുറിയിലുള്ള ഡിഫറൻസ് ആണ് ഈ 200 millimeter, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, ഓയിലിൻ്റെ ഹെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഹെഡ് ഇൻ ടേംസ് ഓഫ് ഓയിലിൻ്റെ ഇതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇതാണ്. ഇത് മെർക്കുറിയുടെ എച്ച് എം ആണ്. അതായത് ദ ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഷോസ് എ ഗേജ് ഡിഫറൻസ് ഓഫ് 200 millimeter. അപ്പം മെർക്കുറിയുടെ ഹെഡ് ഡിഫറൻസ് ആണ് 200 millimeter അല്ലേ. അപ്പം നമുക്കതിനെ ഓയിലിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്, HM ഇൻറ്റു SM ഡിവൈഡഡ് ബൈ SO മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. HM എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ്, ഹൈറ്റ്. SM എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറിയുടെ ഇത് ഓയിലിൻ്റെ ആണ്. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6 ആണ് മെർക്കുറിയുടേത്. ഇത് അറിയാത്തവർ ഇത് ഓർത്ത് വെച്ചേക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു 13.6. SO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, 0.9. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതായത് നമ്മൾ ഹെഡിനെ, അതായത് മെർക്കുറിയുടെ ഹെഡ് ഡിഫറൻസിനെ ഓയിലിൻ്റെ ഹെഡ് ഡിഫറൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ റിമെമ്പർ ദിസ് ഇക്വേഷൻ. ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു, വൺസ് അഗെയിൻ, ഹെഡ് ഇൻ ടേംസ് ഓഫ് ഓയിൽ ഈസ് ഈക്വൽ ടു
head in terms of mercury multiplied by specific gravity of mercury divided by specific gravity of oil minus 1. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു എസ് എം എന്ന് പറഞ്ഞാൽ എന്താണ്? മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6 ഡിവൈഡ് ബൈ എസ് ഒ ഇസ് ഈക്വൽ ടു 0.9 മൈനസ് 1. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം you will get 2.82 meters of oil എന്ന് കിട്ടും. അതായത് നമ്മൾ പ്രഷർ ഹെഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് ഓയിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മെർക്കുറിയിലാണ്. അതിനെ നമ്മൾ ഓയിലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, 2.8 meters ഓഫ് ഓയിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് നമുക്കറിയാം ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ്? സി ഡി ഇൻറ്റു A1 A2 √2GH ഡിവൈഡഡ് ബൈ √of A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ അല്ലേ? അതായത് വെഞ്ചുറി മീറ്ററിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് Q ഈസ് ഈക്വൽ ടു സി ഡി. സി ഡി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു A1 A2 ഇൻറ്റു √2GH. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഇൻ ടേംസ് ഓഫ് ഓയിൽ. A1 A2 ഇൻറ്റു √2GH ഡിവൈഡ് ബൈ √of A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. നമ്മൾ ആദ്യം A1 കണ്ടുപിടിക്കണം. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അറ്റ് ഇൻലെറ്റ്. ഇൻലെറ്റിൻ്റെ ഏരിയ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 d1 സ്ക്വയർ. π/4 d1 സ്ക്വയർ. π/4 ഇൻറ്റു വാട്ട് ഇസ് d1? d1 നമ്മൾ നേരത്തെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.15. 0.15ൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 17.67 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ A1. ഇനി നമ്മൾ A2 കണ്ടുപിടിക്കണം. A2 എന്ന് പറഞ്ഞാൽ ഏരിയ അറ്റ് ത്രോട്ട്. ഏരിയ അറ്റ് ത്രോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 d2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു d2. വാട്ട് ഈസ് d2? നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. d2 ഈസ് ഈക്വൽ ടു 0.1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1ൻ്റെ സ്ക്വയർ. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 7.854 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, അപ്പം ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു സി ഡി. സി ഡി നമുക്ക് തന്നിട്ടുണ്ട്. സി ഡി 0.98 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98 ഇൻറ്റു A1 17.67 ഇൻറ്റു 10⁻³ ഇൻറ്റു 7.854 ഇൻറ്റു 10⁻³ ഇൻറ്റു √2 ഇൻറ്റു ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9.81 ഇൻറ്റു എച്ച്. ഈ എച്ച് എന്ന് പറയുന്നത് ഈ എച്ച് അല്ല എടുക്കേണ്ടത്, നമ്മൾ ഈ കണ്ടുപിടിച്ച എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.82 ഡിവൈഡഡ് ബൈ √of A1 സ്ക്വയർ. A1 സ്ക്വയർ എന്ന് പറയുമ്പം 17.67 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ മൈനസ് 7.854 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 63.9 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. കാരണം ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. നമുക്ക് ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ് വേണ്ടുന്നത്. ലിറ്റേഴ്സ് പെർ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലിറ്റേഴ്സ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 63.9 ഇൻറ്റു 10⁻³ ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു
അഗെയിൻ നമ്മൾ ഈ കിട്ടുന്ന വാല്യൂ once again we have to clarify this value. Okay, this is correct. So that is 63.9 liters per second എന്ന് കിട്ടും. Okay, 63.9 liters per second. This is correct. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 63.9 ഇൻറ്റു 10⁻³ ഇൻറ്റു 1000 liters per second ആണ്. മീറ്റർ ക്യൂബിനെ ലിറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 10⁻1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം 63.9 liters per second ആണ്. അപ്പം നമുക്ക് വേണ്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 63.9 ലിറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 60 ഓരോ സെക്കൻഡിലും ഇത്രയും ലിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 63.9 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 3834 ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന എല്ലാ കണക്കുകളും നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം ശരിയാണോ എന്ന് നോക്കണം. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ ഒരു വെഞ്ചുറി മീറ്ററിനകത്ത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെഞ്ചുറി മീറ്റർ 160 mm ഇൻറ്റു 80 mm. 160 mm എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ഡയമീറ്റർ 160 mm ദറ്റ് ഈസ് ഈക്വൽ ടു 0.16 മീറ്റർ. ത്രോട്ടാണ് ഈ 80 mm എന്ന് പറയുന്നത്. ദറ്റ് ഈസ് D2 ഈസ് ഈക്വൽ ടു 0.8 മീറ്റർ. ഇതിനകത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ കൊടുത്തിട്ടുണ്ട് 0.8 ആണ്. അവിടെ നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 50 liters per second ആണ്. അതിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 10⁻³ എടുക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് 15 10⁻³ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ടേക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD നമുക്ക് ഒന്നായിട്ട് എടുക്കുന്നു. അപ്പം നമ്മൾ A1 ഈസ് ഈക്വൽ ടു A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ഇൻലെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു π/4 D1² ദറ്റ് ഈസ് ഈക്വൽ ടു 20. D1 നമുക്കറിയാം 0.16 ആണ്. 0.16ൻ്റെ സ്ക്വയറിനെ π/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 20.11 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. അതുപോലെ A2 കണ്ടുപിടിക്കുക. π/4 D2² ആണ്. അപ്പം നമുക്ക് 5.027 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കിവിടെ നേരത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ ഇവിടെ നമുക്ക് HM തന്നിട്ടില്ല. അതായത് ഹെഡ് ഡിഫറൻസ് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പം നമ്മുടെ ഈ H എന്ന് പറഞ്ഞാൽ H ഓയിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ H ഓയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദറ്റ് ഈസ് ഈക്വൽ ടു HM ഇൻറ്റു SM ബൈ SO മൈനസ് 1 എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് HM അറിയത്തില്ല. അപ്പോൾ HM ഇൻറ്റു SM നമുക്കറിയാം. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ എന്ന് പറയുന്നത് 0.8 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 13.6 ഡിവൈഡഡ് ബൈ 0.8 മൈനസ് 1. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ 13.6 ബൈ 0.8 മൈനസ് 1 നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 16 ആണ്. 16 HM എന്ന് കിട്ടും. 16 ദാറ്റ് മീൻസ് H ഓയിൽ ഈസ് ഈക്വൽ ടു 16 HM എന്ന് കിട്ടും. അപ്പോൾ ഈ H ഓയിലിന് പകരം നമ്മൾ 16 HM എന്ന് കൊടുത്താൽ മതി. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യൂ? What is the value of Q? Q നമുക്കറിയാം. Q is equal to CD into A1 A2 root 2GH oil divided by root of A1 square minus A2². അതിനകത്ത് നമുക്ക് Q നമുക്കറിയാം. Q is equal to 50 into 10⁻³ is equal to CD is equal to 1. A1 നമുക്കറിയാം 20.11 ഇൻറ്റു 10⁻³ ഇൻറ്റു A2 എന്ന് പറയുന്നത് 5.027 ഇൻറ്റു 10⁻³ ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു ഇവിടെ ഈ H ഓയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 16 HM ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 H സഫിക്സ് M ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 20.11 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ മൈനസ് 5.027 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം
നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 50 × 10⁻³ is equal to 91.96 × 10⁻³ ഇൻറ്റു √HM എന്ന് കിട്ടും. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കേണ്ടതാണ്. ഓൺ ഫർദർ സിംപ്ലിഫിക്കേഷൻ you can see that 50 × 10⁻³ divided by 91.96 × 10⁻³ is equal to √HM. അപ്പം that is equal to √HM is equal to 0.544 എന്ന് കിട്ടും. 0.544. അപ്പം നമുക്ക് HM കണ്ടുപിടിക്കാനായിട്ട് HM is equal to 0.544 സ്ക്വയർ ആണ്. ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 0.296 മീറ്റർ. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പം നമ്മൾ ഹെഡ് ഇൻ ടേംസ് ഓഫ്, അതായത് ഡിഫറൻസ് ഇൻ ഹെഡ്, പ്രഷർ ഹെഡ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് മെർക്കുറിയാണ് നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഓയിൽ മെർക്കുറി ഗേജ്, അതായത് മെർക്കുറിയുടെ ഗേജിലെ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു അസൈൻമെൻ്റ് ആണ്. നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു സെക്കൻഡ് അസൈൻമെൻറ്റ് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ 2 പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. എ വെഞ്ചുറി മീറ്റർ ഈസ് ടു ബി ഫിറ്റഡ് ടു എ 250 mm ഡയമീറ്റർ. അപ്പോൾ ഇൻലെറ്റ് ഡയമീറ്റർ ഉണ്ട്, വിച്ച് ഈസ് എ മാക്സിമം ഫ്ലോ. അവിടെ ക്യൂ തന്നിട്ടുണ്ട്, ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്, റിമെമ്പർ. അതിനെ നമ്മൾ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ദെൻ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ആക്കിയിട്ടേ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദ പ്രഷർ ഹെഡ് 66 meters ഓഫ് വാട്ടർ. ഡയറക്റ്റായിട്ട് നമുക്ക് പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടറിൽ തന്നിരിക്കുന്നു. വാട്ട് ഈസ് ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ ത്രോട്ട്. അതായത് ഇവിടെ നമുക്ക് D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പം ഇത് നിങ്ങൾ ചെയ്യണം. അടുത്തത് റൈറ്റ് ഡൗൺ ബെർണോളിസ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ടേം ഇൻ ഇറ്റ്. ഇത് എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ അസംപ്ഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം. ഇത് അസൈൻമെൻ്റായിട്ട് എഴുതുക. മെൻഷൻ 4 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദം. പ്രധാനപ്പെട്ട ഫ്ലൂയിഡ് ഫ്ലോസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഏതൊക്കെയാണ് ഫ്ലൂയിഡ് ഫ്ലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തതൊരു പിറ്റോ ട്യൂബിൻ്റെ പ്രോബ്ലമാണ്. പിറ്റോ ട്യൂബ് നമുക്കറിയാം V is equal to √2GH എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് വെലോസിറ്റി, ഫ്ലോ വെലോസിറ്റി is equal to √2GH. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് V is equal to √2GH. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടുന്നത്. ഇഫ് ദ വാട്ടർ റൈസസ് ഇൻ ദ ട്യൂബ് ഈസ് 200 mm. അപ്പോൾ H തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ വെലോസിറ്റി. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അസൈൻമെൻ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഈ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പം നമ്മുടെ ഡേറ്റ് 11-ാം തീയതിയാണ്. നമ്മൾ സെപ്റ്റംബർ 20-ാം തീയതി, ഓക്കെ, സെപ്റ്റംബർ 20-ാം തീയതി സൺഡേ ആണ്. അപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് നമ്മൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ഹെഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ. ഫ്ലോ ത്രൂ പൈപ്സ്, അതായത് പൈപ്പിലൂടെ. അപ്പം പൈപ്പ് എന്താണ്, വാട്ട് ഈസ് എ പൈപ്പ് എന്ന് ചോദിച്ചാൽ, പൈപ്പ് ഈസ് എ ലോങ് കണ്ടൂയിറ്റ് ക്യാരിയിങ് ഫ്ലൂയിഡ് അണ്ടർ പ്രഷർ. അതായത് വളരെ നീളമുള്ള ഒരു കണ്ടൂയിറ്റാണ് എന്ത്, അല്ലെങ്കിൽ ഒരു പാസേജ് ആണ് പൈപ്പ് എന്ന് പറയുന്നത്. ആ പൈപ്പിൽ എന്താണ്, ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് അണ്ടർ പ്രഷർ, പ്രഷറിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ പ്രഷർ ഡിഫറൻസ്. അപ്പം ഒരു പ്രഷർ ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലോ നടക്കുകയുള്ളൂ. അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹെഡ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, അതാണ് ഇവിടെ എഴുതിക്കുന്നല്ലോ. അപ്പം ശരിക്കും ഫ്ലോ നടക്കണമെങ്കിൽ എന്ത് വേണം, ഹെഡ് വേണം, ഹെഡ് അല്ലേ. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി തന്നെയാണ്. അപ്പം ഈ പോകുന്ന വഴിക്ക് പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് ലോസസ് ഉണ്ടാവും, കുറച്ച് എനർജി ലോസ് ഉണ്ടാവും. ആ എനർജി ലോസസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ആണ്. എനർജി ലോസ് ഈക്വൽ ടു ഹെഡ് ലോസ്.
ഹെഡ് ഉള്ളത് കൊണ്ടാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോസസ് മീൻസ് എനർജി ലോസ് തന്നെയാണ്, അത് തന്നെയാണ് ഹെഡ് ലോസ്. അപ്പോൾ ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഏതൊക്കെ തരം ലോസസ് ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് മേജർ ലോസസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മൈനർ ലോസസ്. മേജർ ലോസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലൂയിഡിന് എന്തുകൊണ്ട്, ഫ്ലൂയിഡിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി അല്ലേ. ആ വിസ്കോസിറ്റി ഉള്ളത് കൊണ്ട് എന്താണ്, വിസ്കോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും, ഫ്ലൂയിഡിൻ്റെ ലെയേഴ്സ് ബിറ്റ്വീൻ ഫ്രിക്ഷൻ ഉണ്ടാവും. അത് കൂടാതെ തന്നെ ഈ പൈപ്പും ഫ്ലൂയിഡുമായിട്ടും ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ ഫലമായിട്ട് ഇതിന് എന്തുണ്ടാകും, ഹെഡ് ലോസ് ഉണ്ടാകുന്നതാണെന്ത്, ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ എനർജി ലോസ്. ഒരുപാട് ദൂരം ഒഴുകുമ്പോൾ അത് ഒഴുകാനുള്ള ശക്തി, കഴിവ് കുറയും എന്ന് നമുക്ക് ഫിസിക്കലി അതിനെ മനസ്സിലാക്കാം. അതാണ് എനർജി ലോസ്. അത് തന്നെയാണ് നമ്മളിവിടെ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മേജർ ലോസ് എന്ന് പറയുന്നത് എന്താണ്, മേജർ ലോസ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ വഴി, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്ന ലോസാണ് മേജർ ലോസ് എന്ന് പറയുന്നത്. അപ്പം അതിന് കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം വിസ്കോസിറ്റിയാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ടർബുലൻസ് ആണ്. അതായത് ഫ്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാമിനാർ ഫ്ലോ ഉണ്ട്. ഫ്ലോയുടെ വെലോസിറ്റി കൂടുന്ന സമയത്ത് ആ ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബിഹേവിയറാണ് ടർബുലൻസ് എന്ന് പറയുന്നത്. ഒരു സിക്സാഗ് മോഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇതിൻ്റെ വോൾസിലൊക്കെ പോയി ഇടിച്ച് അവിടെ എനർജി നഷ്ടപ്പെടുന്ന സാഹചര്യമായിട്ട് നമുക്ക് ടർബുലൻസിനെ കണക്കാക്കാം. അപ്പോൾ വിസ്കോസിറ്റി കൊണ്ടും ടർബുലൻസ് കൊണ്ടും ഫ്രിക്ഷണൽ ലോസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ മേജർ ലോസ് എന്ന് പറയുന്നത്. ഇനി ഫ്രിക്ഷൻ അല്ലാതെ വേറെ ഏതെല്ലാം തരത്തിൽ ലോസ് ഉണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ ലോസ് എന്ന് പറയും. അപ്പോൾ പൈപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഒരു പൈപ്പ് ലോങ് പൈപ്പാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഡയമീറ്ററിൻ്റെ 1000 ടൈംസ് ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ലോങ് പൈപ്പ് എന്ന് പറയത്തുള്ളൂ. ഇഫ് ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് ഈസ് ലാർജർ ദാൻ 1000 ഡയമീറ്റർ ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ലോങ് പൈപ്പ്. ഓക്കെ, അതായത് ഡയമീറ്ററിൻ്റെ 1000 മടങ്ങിൽ കൂടുതൽ നീളമുള്ള പൈപ്പിനെ മാത്രമേ നമ്മൾ ലോങ് പൈപ്പ് എന്ന് വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് പൈപ്പ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഏതൊക്കെയാണ് മൈനർ ലോസസ് നമുക്ക് നോക്കാം. ദർ ആർ ഇമ്പോർട്ടൻറ്റ് മൈനർ ലോസസ് അറ്റ് ഇൻലെറ്റ്. അതായത് നമ്മളൊരു പൈപ്പിലോട്ട് ഫ്ലോ അങ്ങോട്ട് കയറുകയാണ്. ദിസ് ഈസ് ഇൻലെറ്റ് ഓഫ് എ പൈപ്പ്. ഇതാണ് നമ്മുടെ പൈപ്പെങ്കിൽ ഈ പൈപ്പിൻ്റെ AB ആണ് പൈപ്പെങ്കിൽ ഈ പൈപ്പിൻ്റെ ഇൻലെറ്റിലോട്ട് കയറുന്നത് വഴി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇൻലെറ്റ് ഓർ എൻട്രൻസിലുണ്ടാകുന്ന ലോസ്, ഇത് കണ്ടുപിടിക്കുന്നതിന് 0.5 v²/2g ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, എംപിരിക്കൽ ഇക്വേഷൻ ആണ്. വാട്ട് ഇസ് v? v is the velocity. വാട്ട് ഇസ് g? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ലോസസ് അറ്റ് എക്സിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ വെള്ളം നമ്മൾ പുറത്തേക്ക് പോകുന്നു, അപ്പോഴുണ്ടാകുന്ന ഹെഡ് ലോസിൻ്റെ ഇക്വേഷനാണത്. ഹെഡ് ലോസിൻ്റെ ഇക്വേഷനാണ് v²/2g. ഇനി ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന പെട്ടെന്ന് പൈപ്പ് അങ്ങ് വലുതായി, പിന്നെ ഫ്ലോ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് സഡൻ എൻലാർജ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്, ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ലോസ് ഓഫ് ഹെഡ് കാണിക്കുന്നത് v1 - v2² തിരിച്ചും വരാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് എന്ത് ചെയ്യാം, സഡനായിട്ട് കോൺട്രാക്റ്റും ചെയ്യാം. ഇതാണ് കോൺട്രാക്ഷൻ. ഫ്ലോ പോയിക്കൊണ്ടിരിക്കുന്നു, ആ ഫ്ലോ പെട്ടെന്ന് ചുരുങ്ങുന്നു, എന്നിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എടുക്കുന്നത് v2 ആണ് എടുക്കുന്നത്, 0.5 v²/2g. സോ യു റിമെമ്പർ ദിസ് ഇക്വേഷൻസ്. അതായത് ഇത് മൈനർ ലോസ് ആണ്. കയറുന്നത് വഴി ഉണ്ടാകുന്ന ലോസ്, കയറുമ്പോഴുള്ള ലോസ് 0.5 v²/2g എൻട്രൻസിലുണ്ടാകുന്നത്. എക്സിറ്റിലുണ്ടാകുന്നത് v²/2g. സഡൻ എൻലാർജ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്നത് v1 - v2² സഡൻ കോൺട്രാക്ഷൻ വഴി ഉണ്ടാകുന്നത് 0.5 v2²/2g. വാട്ട് ഇസ് v2? ഈ കോൺട്രാക്ഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് v2.
ഓക്കെ, അടുത്തത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസിലേക്ക് പോവുകയാണ്. ലോസ് ഓഫ് ഹെഡ് ഇൻ പൈപ്സ്, ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്. ആ ടോപ്പിക്കിൽ മെയിനായിട്ടുള്ള 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഡാസീസ് ഫോർമുല, 2 ചെസ്സീസ് ഫോർമുല. ഡാസീസ് ഫോർമുലയും ചെസ്സീസ് ഫോർമുലയുമാണ് ലോസ് ഓഫ് ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന 2 ഫോർമുലകൾ. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ്, ഇത് നമ്മൾ മേജർ ലോസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൈനർ ലോസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മൈനർ ലോസിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മൈനർ ലോസ് ഇക്വേഷൻസ്. ഇൻലെറ്റിലെ ലോസ് ഓഫ് ഹെഡ് HF, നമുക്ക് HF എന്ന് വേണമെങ്കിൽ പറയാം. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് ഇൻലെറ്റ്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് എക്സിറ്റ്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് സഡൻ എൻലാർജ്മെൻറ്റ്, ഇത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് സഡൻ കോൺട്രാക്ഷൻ. അപ്പോൾ ഇത് 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് മേജർ ലോസിൻ്റെ ഇക്വേഷനാണ്. മേജർ ലോസിൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ്, മെയിൻ ഫോർമുല ഡാസീസ് ഫോർമുല ആൻഡ് ചെസ്സീസ് ഫോർമുല. ഈ 2 ഫോർമുലകളും നമ്മൾ ഓർത്തിരിക്കണം. ഡെറിവേഷൻ നമുക്ക് വേണ്ട. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ദാറ്റ് ഈസ്, റിമെമ്പർ ദിസ്, HF is equal to 4FL V square by 2GD. ഓരോന്നും പഠിക്കേണ്ടതാണ്. HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. അതായത് ഹെഡ് ലോസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഹെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു HF is equal to 4 is a constant. F എന്ന് പറഞ്ഞാൽ ഡാസീസ് ഫ്രിക്ഷൻ ഫാക്ടർ. ഇതിൻ്റെ വേറൊരു പേരാണ് വോൾ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. സാധാരണയായിട്ട് 0.01 തന്നിട്ടില്ലെങ്കിൽ പഴയ പൈപ്സ്, ഫോർ ഓൾഡ് പൈപ്സ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് F is equal to 0.01. വാട്ട് ഇസ് F? Darcy's friction factor. Darcy's friction factor is equal to 0.01 for old pipes if it is not given, and 0.005 for new pipes. പുതിയ പൈപ്പ് ആണെങ്കിൽ നമുക്ക് 0.005 ആയിട്ട് എടുക്കാം. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് for a particular case, and L is the length of the pipe. L is the length of the pipe. V is the velocity of flow. ഇതിലൂടെയുള്ള വെലോസിറ്റി ആണ് V സൂചിപ്പിക്കുന്നത്. G നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. D is the diameter of the pipe. Once you know all this, we can find the head loss. അപ്പം 4 into F. F is the Darcy's friction factor or wall friction coefficient. L is the length of the pipe. V is the velocity of flow. G constant ആണ്. D is the diameter of the pipe. Okay. അപ്പം നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, this equation is also known as Darcy's formula. ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ്, വൺസ് യു നോ ദ ഡിസ്ചാർജ് ക്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ ഈസ് ഈക്വൽ ടു FL Q square divided by 3D raised to 5. വാട്ട് ഈസ് F? Darcy's friction factor. L, length of the pipe. What is Q? Discharge. Q is called discharge. What is D? Diameter of pipe. ഓക്കെ, സോ ഇതിൻ്റെ ഫോർമുല ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ആവും. അടുത്തത് നെക്സ്റ്റ് ഇസ് ചെസ്സീസ് ഫോർമുലയാണ്. ചെസ്സീസ് ഫോർമുല ആക്ച്വലി V is equal to C root MI. V is equal to C root MI എന്നാണ് ചെസ്സീസ് ഫോർമുല. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. V is the velocity of flow. V is the velocity of flow. Velocity of flow ആണ്. ഓക്കെ, where C is called Chesy's constant. C is called Chesy's constant. Okay. And M is called hydraulic mean depth. M is called hydraulic mean depth. That is equal to area divided by wetted perimeter. That is equal to D by 4. What is D? Diameter of the pipe divided by 4. I is called, I is equal to HF by L. Loss of head per unit length. അതായത് ഒരു യൂണിറ്റ് ലെങ്തിൽ എത്രമാത്രം ഹെഡ് ലോസ് ഉണ്ടാകും എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്ററാണ് I. I is equal to HF by L. ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ്
length. M is the hydraulic mean depth, that is equal to area divided by wetted perimeter. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. V is equal to C root mi. What is V? Velocity of flow. What is C? Chassis constant. What is M? D by 4. What is I? HF by L. Okay, so now we can see the one problem, then it will be very easy to understand. A pipe of 600 meter long, so the length of the pipe is 600 meter. Okay, so and diameter is equal to 200 millimeter, that is equal to 0.2 meter. Two reservoir whose surface level differ by 10 meter. രണ്ട് റിസർവോയറുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ഉപയോഗിക്കുന്നത്. അവയുടെ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് 10 മീറ്റർ. ഓക്കെ, സോ ദിസ് 10 മീറ്റർ എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദ HF, ദാറ്റ് ഈസ് 10 മീറ്റർ, ദാറ്റ് ഈസ് ലെവൽ ഡിഫറൻസ്. Level difference is equal to 10 meter. Find the rate of flow through the pipe. Find the rate of flow through the pipe. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് HF is equal to FL Q square divided by 3D raised to 5 എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ HF value is equal to 10 and F value, F is given, that is 0.008. 0.008 into L is equal to 600 meter into Q, we want to find out Q square divided by 3 into 0.2 raised to 5. Okay, so Q square അവിടെ നിൽക്കട്ടെ, ബാക്കിയെല്ലാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 into 3 into 0.2 raised to 5 divided by 0.008 into 600 meter, that is equal to Q square. അപ്പോൾ Q കണ്ടുപിടിക്കണമെങ്കിൽ root of this quantity 10 into 3 into 0.2 raised to 5 divided by 0.008 into 600. ഓക്കെ, ഇവിടെ മീറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇവിടെയും വേണ്ട. അപ്പം നമുക്ക് Q കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.045 എന്ന് കിട്ടും. അപ്പോൾ 0.045 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമുക്ക് മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. HF ഈസ് ഈക്വൽ ടു 4FL V സ്ക്വയർ ബൈ 2GD വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് HF ഉണ്ട്, F ഉണ്ട്, L ഉണ്ട്, V ഇല്ല, 2GD. അപ്പോൾ അവിടെ നമുക്ക് V കിട്ടും. V കിട്ടിക്കഴിഞ്ഞാൽ V മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. Q കണ്ടുപിടിക്കാനായിട്ട് Q ഈസ് ഈക്വൽ ടു A ഇൻറ്റു V. A എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, പൈപ്പിൻ്റെ ഡയമീറ്റർ ഉണ്ടല്ലോ, ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് ഈക്വൽ ടു 0.2. അപ്പോൾ ഏരിയ എന്തോ വരും, ഏരിയ ഈസ് ഈക്വൽ ടു π/4 D സ്ക്വയർ. അപ്പോൾ ആ വാല്യൂ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇൻറ്റു ഈ വെലോസിറ്റി കൊടുത്താലും നമുക്ക് Q കിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, FL Q square by 3D raised to 5. ഓക്കെ, അപ്പം once again I mention the assignment which I am giving to you in this class, that is assignment number 2. The date for submitting the assignment is September 20 this month. This is a problem of Venturi meter and a pitot tube, and 3 theory questions are giving you as assignment. This is assignment number 2 that you have to upload in Google Classroom. Okay, so with this I conclude today's class. Okay.